നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചോദ്യം ഇതാണ്: അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹവാസത്തിൻ്റെ നാളുകളിൽ അവൻ്റെ കുടുംബ സ്വത്ത് കൊണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അതിൽ സമ്പൽ സമൃദ്ധമായി ജീവിച്ചുവെന്നും അതിനാൽ ദൈവദാസന്മാർ സ്വത്ത് സ്വരൂകൂട്ടുന്നത് നല്ലതാണ് എന്നും ഒരു സുവിശേഷകൻ പ്രസംഗിച്ചു കേട്ടു. അത് ശരിയാണോ? ഇതാണ് എനിക്ക് ലഭിച്ചതായ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഈ പ്രസംഗിച്ച സുവിശേഷകൻ അദ്ദേഹം ഒരാശയത്തെ രൂപീകരിക്കുകയും ആ ആശയത്തെ ദൈവവചനത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. വേദപുസ്തകത്തിലെ വചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വചനത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരേണ്ടത്, അല്ലാതെ ആ വചനത്തിലേക്ക് ഒരു ആശയത്തെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഇത് പ്രസംഗിച്ച സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തെ ഈ വചനത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കിതിനെക്കുറിച്ച് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. ചില മിനിറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ചോദ്യം ഞാനൊന്നുകൂടെ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹവാസത്തിൻ്റെ നാളുകളിൽ അവൻ്റെ കുടുംബ സ്വത്ത് കൊണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അതിൽ സമ്പൽ സമൃദ്ധമായി ജീവിച്ചുവെന്നും അതിനാൽ ദൈവദാസന്മാർ സ്വത്ത് സ്വരൂകൂട്ടുന്നത് നല്ലതാണ് എന്നും ഒരു സുവിശേഷൻ പ്രസംഗിച്ചു കേട്ടു. ഇതാണ് എന്നോട് ചോദിച്ച ആൾ പറഞ്ഞിരിക്കുന്ന വിവരം. അത് ശരിയാണോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നമുക്കിനി ആ ഉത്തരത്തിലേക്കൊന്ന് കടക്കാം. 57 AD പൗലോസ് യെരുശലേമിൽ അവസാനമായി എത്തിയത്. അവിടെ അവൻ യെരുശലേമിലുള്ള സഹോദരങ്ങളെയും യാക്കോബും മറ്റു മൂപ്പന്മാർ എന്നിവരെയും വന്ദനം ചെയ്തു. തൻ്റെ ശുശ്രൂഷയിൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ ആസ്യയിൽ നിന്ന് വന്ന ചില യഹൂദന്മാർ ജനത്തെ ഇളക്കി കലഹമുണ്ടാക്കി പൗലോസിനെ പിടിച്ചു. ഇവൻ ഇസ്രായേൽ ജനത്തിനും ന്യായപ്രമാണത്തിനും ദൈവാലയത്തിനും വിരുദ്ധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ എന്ന് വിളിച്ചുകൂവി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് അടിച്ചു കൊണ്ടുപോയി. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലക്കത്തിലായി എന്നറിഞ്ഞ പട്ടാളത്തിൻ്റെ സഹസ്രാധിപൻ പടയാളികളെ കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. പൗലോസിനെ പിടിച്ച് 2 ചങ്ങലകൾ വെച്ച് കോട്ടയിലേക്ക് കൊണ്ടുപോകുവാനായി കൽപ്പിച്ചു. സഹസ്രാധിപൻ പൗലോസിനെ രഹസ്യമായി കൈസരിക്ക് അവിടുത്തെ ദേശാധിപതിയായ മാർക്കസ് അന്റോണിയൂസ് ഫെലിക്സിൻ്റെ അടുക്കൽ അയച്ചു. ഫെലിക്സ് ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിക്കാനും കൽപ്പിച്ചു. 2 വർഷം കഴിഞ്ഞിട്ട് AD 59 ഫെലിക്സിന് പിൻവാഴിയായി പൊർക്യോസ് ഫെസ്തോസ് അധികാരിയായി വന്നു. ഫെസ്തോസിന്റെ മുന്നിലുള്ള വിചാരണയിൽ പൗലോസ് ഒരു റോമാ പൗരൻ എന്ന നിലയിൽ ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെ പൗലോസിനെ റോമിലേക്ക് അയച്ചു. റോമിലേക്കുള്ള യാത്രയിൽ പൗലോസിന്റെ കപ്പൽ തകർന്നുവെങ്കിലും അവർ മെലിത്ത എന്ന ദ്വീപിലെത്തി. അവിടെ നിന്നും സുറക്കൂസ, രഗ്യോനി, പുത്യോലി എന്നിവിടങ്ങളിലൂടെ റോമിൽ എത്തി. അങ്ങനെ AD 60 പൗലോസ് റോമിലെത്തി. അവിടെ വീട്ടുതടങ്ങളിൽ 2 വർഷങ്ങൾ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അതായത് വീട്ടുതടങ്ങളിൽ അദ്ദേഹത്തിന് ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 28-29 അനുസരിച്ച് അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. 16-ാം വാക്യത്തിൽ അവൻ റോമിൽ കാവലായ പടയാളികളോടുകൂടെ താമസിച്ചുവെന്നും എഫേസ്യർ 6:19 അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി അവിടെ 2 വർഷങ്ങൾ ജീവിച്ചുവെന്നും നമ്മൾ വായിക്കുന്നു. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലമോൻ എന്നീ ലേഖനങ്ങൾ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ ആയിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ സഹായികളായ തിമോത്തിയോസും മക്കദോന്യക്കാരനായ അരിസ്തർഹോസും എപ്പഫ്രാസ്, ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും യുസ്തോസും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസും അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതാം. ഇവരിൽ ചിലർ പൗലോസിനോടൊപ്പം തടവിലായിരുന്നു. കൊലോസ്യർ 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അവരെല്ലാവരും യഥാർത്ഥത്തിൽ തടവുകാരായിരുന്നുവോ അതോ പൗലോസിനോടൊപ്പം തടവുകാരെ പോലെ താമസിച്ചുവോ എന്ന് നമുക്ക് തീർച്ചയില്ല. കൊലോസ്യർ 4:11 യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേല
വേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. തിമോത്തിയോസിനുള്ള രണ്ടാമത്തെ ലേഖനം എഴുതപ്പെട്ടതും പൗലോസ് റോമിൽ കാരാഗൃഹത്തിലായിരുന്നപ്പോഴാണ്. അത് ഒരുപക്ഷെ റോമിലെ രണ്ടാമത്തെ കാരാഗൃഹവാസമായിരിക്കാം. അതായത് AD 66 സംഭവിച്ച അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാരാഗൃഹവാസം ആയിരിക്കാം. ഇത് വീട്ടുതടങ്കലായിരുന്നില്ല. അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ ഒരു ചെറിയ മുറിയിൽ അടച്ചു എന്ന് കരുതപ്പെടുന്നു. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 2 തിമോത്തിയോസ് 4:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, പിന്നീട് 16-ാമത്തെ വാക്യം. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. 16-ാമത്തെ വാക്യം. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. 10-ാം വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും പൗലോസിനെ മറ്റുള്ളവർ വിട്ടുപോയതിനെ കുറിച്ച് അദ്ദേഹം എഴുതി. ഇത് സുവിശേഷ വേല സംബന്ധിച്ച് അവർ ദൂരദേശത്തേക്ക് പോയതാകാം, ചിലർ ആപത്തിൽ ഉപേക്ഷിച്ചതുമാണ്. 13-ാം വാക്യത്തിൽ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുവാനായി പുതപ്പ് അദ്ദേഹം ചോദിക്കുന്നു. ഇതെല്ലാം പൗലോസിന്റെ റോമിലെ കാരാഗൃഹവാസത്തിന്റെ ചിത്രങ്ങളാണ്. ഇവിടെയെങ്ങും സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം പൗലോസ് നയിക്കുന്നതായി കാണുന്നില്ല. പൗലോസിന്റെ സുവിശേഷ വേലയെ എപ്പോഴും സഹായിച്ചിരുന്ന ഒരു സഭയായിരുന്നു ഫിലിപ്പയിലേത്. അദ്ദേഹം റോമിലായിരുന്നപ്പോഴും അവർ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. ഫിലിപ്പിയർക്കുള്ള ലേഖനം റോമിലെ 1-ാമത്തെ കാരാഗൃഹവാസകാലത്താണ് എഴുതിയത്. ഫിലിപ്പിയർ 4:10 വാക്യം, 15-ാം വാക്യം, 16-ാം വാക്യം, 18-ാം വാക്യം എന്നിവ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഇപ്പോൾ എനിക്ക് വേണ്ടത് എല്ലാം ഉണ്ട്, സമൃദ്ധി ആയും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദീത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. പൗലോസ് എങ്ങനെയാണ് റോമിൽ കാരാഗൃഹവാസകാലത്ത് ജീവിച്ചത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ പൗലോസ് അവന്റെ സുവിശേഷ യാത്രയിൽ പലപ്പോഴും കൂടാരപ്പണി ചെയ്തു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. പൗലോസ് കൊരിന്ത് എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അക്വിലാസ് എന്ന് പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ടു. അവരുടെ തൊഴിൽ കൂടാരപ്പണിയായിരുന്നു. അതായത് തോലുകൊണ്ടുള്ള കൂടാരം നിർമ്മിക്കുകയോ അതിന്റെ കേടുപാടുകൾ തീർത്തു കൊടുക്കുവായിരുന്നു അവരുടെ തൊഴിൽ. പൗലോസിനും ഇതേ തൊഴിൽ അറിയാമായിരുന്നതിനാൽ അദ്ദേഹം അവരുടെ കൂടെ താമസിച്ചു, അവരോടൊപ്പം അതേ തൊഴിൽ ചെയ്തു. അതേസമയം തന്നെ പൗലോസ് കൊരിന്തിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 18:3 തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. പൗലോസിന്റെ യാത്രാമൊഴിയായി എഫെസോസിലെ മൂപ്പന്മാരോട് അവൻ പറഞ്ഞ കാര്യങ്ങളിലെ ചില വാക്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:33-34 വാക്യങ്ങൾ. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇനി മറ്റൊരു വാക്യം കൂടി വായിക്കാം. 1 തെസ്സലോനിക്കർ 2:9. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇതിൽ നിന്നെല്ലാം പൗലോസ് അവന്റെ കുടുംബ സ്വത്ത് കൊണ്ടല്ല സുവിശേഷ വേലയുടെ കാലത്ത് ജീവിച്ചത് എന്ന് വ്യക്തമാണല്ലോ. അവൻ സുവിശേഷയുടെ വേലകാലത്ത് ഒരിക്കലും സമ്പദ്സമൃദ്ധമായി ജീവിച്ചിട്ടും ഇല്ല. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.